മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ കുറച്ചു മുമ്പ് ആദില അക്ബറിനോട് കുറ്റസമ്മതം നടത്തിയിരുന്നു. ഇന്നലെ അക്ബറിന്റെ പാവകളെ ആദിലയാണ് എടുത്തതെന്ന് ആദില തന്നെ അക്ബറിനോട് തുറന്നു പറയുന്നുണ്ട്. ആദിലയുടെ സംസാരമെല്ലാം അക്ബർ ഒന്നും തിരിച്ചു മിണ്ടാതെ കേട്ടിരിക്കുകയായിരുന്നു ചെയ്തത്. ആദിലെല്ലാം പറഞ്ഞതിന് ശേഷം അത് വിട്ടേക്ക്, എനിക്ക് കുഴപ്പമില്ല എന്നും അക്ബർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അക്ബറിന്റെ ആ ഇരിപ്പും അക്ബറിന്റെ മൗനവും കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു അക്ബറിന് ഉള്ളിൽ നല്ല സങ്കടമുണ്ടെന്ന്. മാക്സിമം അക്ബർ പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷേ അവസാനം അക്ബർ പൊട്ടിക്കരയുകയാണ്. അത് കാണുമ്പോൾ ആദിലയ്ക്കും വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. ഉടനെ അക്ബർ പറയുന്നത് പാവകൾ പോയതിനല്ല, പക്ഷേ നീ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ മനസ്സിലാകൂ. കാരണം ഇന്നലെ ആ വെയിലത്ത് അത്രയും എഫേർട്ട് ഇട്ടാണ് അക്ബർ കളിച്ചത്. അക്ബർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അത്രയും എഫേർട്ട് ഇട്ടു, ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. കൂടാതെ ആര്യനും അനീഷുമായിട്ട് കട്ടയ്ക്കായിരുന്നു അക്ബർ നിന്നത്. അവിടെ നിന്നും ആ ഗെയിമിൽ നിന്നും ഔട്ടാക്കി കളയുന്ന രീതിക്കാണ് ആദില ഇന്നലെ ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ ഫലം വന്നത്. എന്നിട്ട് അക്ബർ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കാളും നല്ല ഗെയിമർ അല്ല, പക്ഷേ എനിക്കറിയാവുന്ന ഗെയിം ഞാൻ കളിക്കുന്നു. എന്നെ ഇവിടെ പലരും ഒറ്റപ്പെടുത്താറുണ്ട്, നിങ്ങളും പല കാര്യത്തിനും എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. പല സമയങ്ങളിലും ഞാൻ നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന സമയത്ത് മറുപടി മാത്രമായി നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ആയിട്ടുണ്ട്. ഇവിടെ എന്നോട് ആരും മാത്രമേ സംസാരിക്കാറുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടിക്കരയുകയാണ്. അക്ബറിന്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ സങ്കടങ്ങൾ കിടക്കുന്നത് പോലെയാണ് കേട്ടോ തോന്നുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു ചതിയും കൂടി ആയപ്പോൾ അക്ബറിന്റെ കൺട്രോൾ വിട്ടുപോയി. പാവം മോഷണം പോയെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് കളിക്കാൻ തോന്നിയില്ല. എൻ്റെ 8 പാവകളുണ്ടായിരുന്നു. 3 പാവ ഞാൻ ആര്യന് കൊടുത്തു, 5 പാവ ഞാൻ നെവീന് കൊടുത്തു. എനിക്കെന്തോ പിന്നെ അങ്ങോട്ട് കളിക്കാൻ തോന്നിയില്ല. എൻ്റെ സങ്കടം കണ്ടിട്ട് ഇന്നലെ ആര്യൻ എന്നോട് പറഞ്ഞു, ബാ നമുക്ക് ലക്ഷ്മിയുടെ പാവകൾ തട്ടിയെടുക്കാം, മോഷ്ടിക്കാമെന്ന്. അപ്പോഴും ഞാൻ ഇവനോട് പറഞ്ഞത്, വേണ്ടടാ, അവൾ കഷ്ടപ്പെട്ടതല്ലേ, അവളുടെ പാവ അവൾ എടുത്തോട്ടെ എന്നാ. അക്ബർ ആദിലയുടെ മുന്നിലും കൂടി ഇരുന്ന് കരഞ്ഞപ്പോൾ ആദിലയ്ക്ക് അതൊന്നും കൂടി ഗിൽട്ട് അടിച്ചു. ആദില എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഇത് കിടന്നിട്ട് എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ വയ്യ. ഒരു പക്ഷേ ഇവിടുന്ന് പുറത്തു പോയാൽ ഇത് മനസ്സിൽ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് വന്ന് പറഞ്ഞത്. ഇതിനെ ഗെയിമായിട്ട് എടുക്കണം, ഗെയിം സ്പിരിറ്റിൽ എടുക്കണം, പേഴ്സണലായിട്ട് എടുത്ത് മനസ്സിലേക്ക് എടുക്കരുത്. ഉടനെ അക്ബർ പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, ഞാൻ ഗെയിമിനെ ഗെയിമായിട്ടേ എടുക്കാറുള്ളൂ. ഇതെനിക്കൊരു ഗെയിം സ്പിരിറ്റിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇന്നലെ അനുമോള് പറഞ്ഞത് എനിക്ക് ഫീലായി, അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, ലാലേട്ടൻ വരുമ്പോൾ ഞാൻ പറയും. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ആ ഒരു ടാസ്കിനിടയിൽ അക്ബറും അനുമോളും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ദേഹത്തേക്ക് കിടന്നു, മൂക്കുപോയി ഇടിച്ചു, വയറുകൊണ്ട് അക്ബർ തള്ളി എന്നൊക്കെ 1-2 സ്റ്റേറ്റ്മെന്റ് അനുമോൾ അക്ബറിനെതിരെ പറഞ്ഞിരുന്നു. അത് അക്ബർ പേഴ്സണലായിട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ പറയും, ഈ ഒരു പാവകളെ മോഷ്ടിച്ചത് ഗെയിമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നാണ് അക്ബർ പറയുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.